ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും മച്ചാനും പിന്നെ ശ്രീകണ്ഠാപുരം വഴിയാണ് ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് തിരുനെറ്റിക്കല്ല്. 74 കിലോമീറ്ററാണ് നമ്മളെ നാട്ടിൽ നിന്ന് അവിടത്തേക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അവിടത്തേക്ക് പുറപ്പെടുകയാണ്. ഫ്രണ്ട്സ്, അതുപോലെ ഇപ്പോൾ നമ്മൾ ആലക്കോട് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കാവും അതിലേക്ക് എത്തുന്നതാണ്. നമ്മളിപ്പോൾ ഉദയഗിരി സ്ഥലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദയഗിരി അതായത് ആലക്കോട് നിന്നൊരു 10 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഉദയഗിരി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജോസ്ഗിരിയിൽ നിന്നും മുകളിലോട്ട് കയറിയാൽ നമുക്ക് ആ വ്യൂ പോയിന്റിൽ എത്താവുന്നതാണ്. അത് നേരെ മുകളിൽ കാണുന്ന വ്യൂ പോയിന്റ് കുറച്ച് ഓഫ് റോഡാണ്. നല്ല സൂപ്പർ, കുഴപ്പമില്ല, നല്ല കിടിലം വഴി തന്നെയാണ്. ഈ മോട്ടൊന്നുമില്ല. നമ്മൾ നേരെ കാണുന്ന മലയുടെ മുകളിൽ എത്തണം. ആ കാണുന്നതാണ് തിരുനെറ്റിക്കല്ല്. അപ്പം അടിപൊളി ആണ്, നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഫ്രണ്ട്സ്, ഇതാണ് സ്ഥലം തിരുനെറ്റിക്കല്ല്. അങ്ങോട്ട് വണ്ടി നമ്മൾ കയറ്റുന്നില്ല, വണ്ടി താഴെ വെച്ചിട്ടില്ലേ, അവിടെയാണ് വണ്ടി ഉള്ളത്. ഇവിടെ ഒരു തട്ടുകടയുണ്ട്. തട്ടുകട ഇന്ന് ഓപ്പൺ അല്ല. തുടങ്ങിയില്ല. ഫ്രണ്ട്സ്, വലിയ കയറ്റം തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെയാണ് തിരുനെറ്റിക്കല്ലെന്ന് പറയുന്ന എന്തോ മുയലോ എന്തൊക്കെയോ ഇതിൽ കാണുന്നുണ്ട്. നോക്കണം ജി. ഫ്രണ്ട്സ്, ഇവിടെ എത്തുമ്പോഴൊക്കെ പകുതിയാകും. അത്രക്ക് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആ കല്ല് വീണിട്ടുണ്ടെങ്കിൽ തീർന്ന് പിന്നില്ല. ഫ്രണ്ട്സ്, നമ്മൾ എത്തിക്കഴിഞ്ഞു. മുകളിലേക്ക് കയറാൻ ഇവിടെ കോണിയുണ്ട്. സാഹസികമായി ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ വ്യൂ ഇതാണ്. അത്രക്ക് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലാണ്. നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്, ഇങ്ങനെ പോകുന്നത്. കോൺക്രീറ്റ് റോഡ്.
അടിപൊളി സ്ഥലമാണ്. അങ്ങിലെ മലയെല്ലാം കാണാൻ കിടിലം കാഴ്ചയാണ് ഇവിടുന്ന്. അങ്ങോട്ടാ അത് നമ്മുടെ മയിലാടും പാറേൻ്റെ ഒരു മോഡൽ, വലിയ കൊല്ലിയാണ്. നമുക്ക് 2-3 ഫോട്ടോസൊക്കെ എടുക്കണം അല്ല അച്ഛനെ. ഫ്രണ്ട്സ്, അപ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. കിള്ളം വ്യൂ ആണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, അതുപോലെ ആ ബെല്ലൈക്കൺ ടിൻ 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 അടിച്ചോ.